ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞത്രേ ഉള്ളൂ അവരുടെ ഒരു എന്താ പറയാ ഈ പരാജയത്തെ കുറിച്ചുള്ള വിലയിരുത്തൽ എന്നും, അല്ലെങ്കിൽ അതിനുശേഷം ഈ വിലയിരുത്തലിന് ശേഷം അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് സംബന്ധിച്ച ഒരു സൂചനയും ഒക്കെ നൽകിയത് വെച്ച് നോക്കുമ്പോൾ വാസ്തവത്തിൽ പരാജയത്തിന്റെ എന്താ പറയാ ഒരു ഘനത്തിന് ഒപ്പം ഉള്ള ഒരു ആലോചനയോ ഒരു പ്രയോഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയോ ഒന്നും അവതരിപ്പിച്ചതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എം വി ഗോവിന്ദൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറെ കാര്യങ്ങൾ, എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ല, അതിനകത്ത് കുറെ കാര്യങ്ങൾ ഏറ്റു പറഞ്ഞു. പിന്നെ പതിവ് പോലെ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നും തെറ്റുണ്ടെങ്കിൽ തിരുത്തും എന്നൊക്കെ പറയുന്ന വളരെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത ഒരു പ്രതികരണമായിട്ടാണ് തോന്നുന്നത്. അത് ഈ ഇത്രയും വലിയ ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചടിക്ക് ആനുപാതികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് എന്ന് എനിക്ക് തോന്നുന്നേയില്ല ഒട്ടും. അത് പറയുമ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ ചോദിക്കാം. ഒന്ന്, ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ല എന്ന് അവർ തുറന്നു പറയുന്നു. അതിൻ്റെ ഒപ്പം പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കായ ഈഴവ വിഭാഗത്തിൽ നിന്ന് ചോർച്ചയുണ്ടായി എന്നത് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് ഫാക്ടേഴ്സ്, പാർട്ടിയും ജനങ്ങളും തമ്മിൽ അല്ലെങ്കിൽ സർക്കാരും ജനങ്ങളും തമ്മിൽ ഒരു കണക്റ്റ് ഉണ്ടായിരുന്നില്ല എന്ന് തുറന്ന് സമ്മതിക്കുകയല്ലേ ചെയ്യുന്നത്? അത്രയുണ്ട്. അത്രയും പോലും പറഞ്ഞില്ലെങ്കിൽ അവർക്ക് സാമാന്യ ബുദ്ധിയുടെ ഒരു അല്പം പോലും ഇല്ലെന്ന് നമുക്ക് ധരിച്ചു പോകും. അതുകൊണ്ട് അത്രയ്ക്കൊക്കെ, കാരണം ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല എന്നൊക്കെ പറയുന്ന ഒരു എന്താ പറയുന്ന ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് അത്രയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, എന്നാൽ അതിനെന്താണ് അതിനൊരു വളരെ വലിയ വളരെ കാര്യമായ ഒരു ശ്രമമോ ഒരു ഉൾക്കാഴ്ചയോ അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഏറ്റുപറച്ചിലോ അല്ലെങ്കിൽ ഒരു തിരുത്തൽ, വേണ്ട ഒരു തെറ്റോ ഒന്നും ഇല്ല. ഇതിപ്പോ വളരെ ഉപരിപ്ലവമായിട്ടുള്ള ഒരു അവതരണം മാത്രമാണ്. ഇനിയിപ്പോ ഒരു പക്ഷേ പാർട്ടി അതിൽ കൂടുതൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും, അതിൽ കൂടുതൽ വിമർശനം നടന്നിട്ടുണ്ടാവും അവിടെ സമ്മേളന യോഗങ്ങളിൽ എന്നൊക്കെ നമുക്ക് ഊഹിക്കാം. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും ഇത്ര വലിയ പരാജയത്തിന് ശേഷം ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന പാർട്ടിയുടെ നേതാവ് വാസ്തവത്തിൽ ഇതിനപ്പുറത്ത് ജനങ്ങളോട് തുറന്നു പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു